പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റം. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. ഇനിയുള്ള ഒരാഴ്ച തൃശൂർ പൂര ലഹരിയിൽ അലിയും. മെയ് 6-നാണ് തൃശൂർ പൂരം. സമഗ്ര വിവരങ്ങൾ ശരത് തോങ്ങല്ലൂർ നൽകും. ഇതോടുകൂടി 9 PM അവസാനിക്കുകയാണ്. ഇനി സ്പീഡ് ന്യൂസ് കാണാം. ആര്യ നാരായണൻ. അതിര മറ്റൊരു പൂരക്കാലത്തിനു കൂടി ഇന്ന് കൂടി തുടക്കമായിരിക്കുകയാണ്. ഇന്ന് 30-ാം തീയതി, ഏപ്രിൽ 30-ാം തീയതിയാണ് തൃശ്ശൂർ പൂരത്തിനനുബന്ധമായിട്ടുള്ള 8 ഘടക ക്ഷേത്രങ്ങളിൽ ഈ പൂരത്തിൻ്റെ കൊടിയേറ്റ് നടന്നിരിക്കുന്നത്. ഈ പൂരത്തിന് പ്രധാനപ്പെട്ട ഘടകക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റിന് വലിയ ആൾക്കൂട്ടമാണ് എത്തിയിരുന്നത്. ആദ്യം തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റമായിരുന്നു. രാവിലെ കൃത്യം 11:30 തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. വലിയ രീതിയിലുള്ള പൂരപ്രേമികളും വിശ്വാസികളും എല്ലാം തന്നെ കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. കൊടിയേറ്റിന് ശേഷം ആചാര വെടിമുഴക്കി. അതിനുശേഷമാണ് പാറമേക്കാവ് ക്ഷേത്രത്തിലെ ഈ കൊടിയേറ്റ് നടന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. വലിയ ആൾക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റിന് വന്ന മന്ത്രി കെ രാജൻ എല്ലാവരെയും, നാടിനെ മൊത്തം തൃശ്ശൂർ പൂരത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. നാടിൻ്റെ ജാതിഭേദമന്യേ എല്ലാവരും തന്നെ പൂരത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം കൊടിയേറ്റിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ഒരാഴ്ച കാലം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരാവേശത്തിൻ്റെ കാലം തന്നെയാണ്. ഇനി ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മെയ് 4-ാം തീയതിയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. മെയ് 5-ന് തെക്കേ ഗോപുരനട എറണാകുളം ശിവകുമാർ തള്ളി തുറന്ന് അതിനുശേഷം നിലപാട് തറയിൽ എത്തുന്നതോട് കൂടിയിട്ട് പൂരം വിളംബരത്തിന് തുടക്കമാകുന്നു. മെയ് 6-നാണ് തൃശ്ശൂർ പൂരം. വലിയ ആൾക്കൂട്ടം തന്നെ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട്. ഇത്തവണയും അതിന് കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യം. കാരണം വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വരുന്ന ഓരോരുത്തർക്കും വലിയ കാഴ്ചയുടെ പുതിയ അനുഭവങ്ങൾ നൽകുന്ന രീതിയിലുള്ള പല സസ്പെൻസുകളും ഈ പ്രധാന ക്ഷേത്രങ്ങളായിട്ടുള്ള തിരുവമ്പാടിയും പാറമേക്കാവും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. മെയ് 6-ന് പൂരത്തിന് ശേഷം മെയ് 7-ന് ഉച്ചയോട് കൂടിയിട്ട് ഉപചാരം ചൊല്ലി പിരിയുന്നതോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഉത്സവത്തിന് കാത്തിരുന്ന തൃശ്ശൂർക്കാർക്കിടയ്ക്ക് ഇനിയുള്ള ഒരാഴ്ച കാലം എന്ന് പറയുന്നത് വലിയ ആഘോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയായിരിക്കും. ആതിര.